ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പരിപ്പ് വടയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കടലപ്പരിപ്പോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് പരിപ്പോ എടുക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ടും എടുക്കാറുണ്ട്. അതുപോലെ തന്നെ തുവരപ്പരിപ്പ് വെച്ചിട്ടും വട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂർ മുതൽ 5 മണിക്കൂറൊക്കെ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവണം. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ അതിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റി മാറ്റണം. നമുക്കത് അരച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അത് നമ്മൾ കുറച്ച് സമയം ഇതുപോലൊരു അരിപ്പയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിന് എക്സസ് ആയിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ വാർന്നു വന്നോളും. അതിന് ശേഷം പിന്നെ നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മളതിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. വടയിൽ കുറച്ച് പരിപ്പ് അവിടെ ആയിട്ട് അങ്ങനെ തന്നെ കിടക്കുമ്പോഴാണ് അത് കാണാൻ കൂടുതൽ നന്നാവുക. അതുപോലെ തന്നെ കഴിക്കാനും അത് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമുക്ക് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ വലുപ്പം വരുന്ന ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുവാപ്പട്ട ഇതുപോലെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർക്കുമ്പോൾ വടക്ക് ചെറുതായിട്ടൊരു മസാല ഫ്ലേവറും കൂടി കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് ആദ്യം അത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിയണമെന്നില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് പൾസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വടയ്ക്ക് വേണ്ടിയിട്ട് പരിപ്പ് അരയ്ക്കുമ്പോൾ പരിപ്പ് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല. പരിപ്പിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ തരികളൊക്കെ ഉണ്ടാവണം. അവിടെ ആയിട്ട് ചെറുതായിട്ട് പരിപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൾസ് ബട്ടൺ ഉണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. കുറച്ച് തരികളായിട്ട് ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. ബാക്കിയുള്ള പരിപ്പും അതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് മുഴുവനും നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മളതിലേക്ക് ഒരു 10-18 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ചേർത്താലും മതി. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയൊക്കെ ചേർത്താൽ മതി. പിന്നെ ഒരു 8 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം അതുപോലെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വട ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ വടയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ ഉള്ളിയുടെ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ പരിപ്പിലേക്ക് നന്നായിട്ട് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നല്ലോണം കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ ആദ്യം വേണമെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വട ഷേപ്പ് എല്ലാവർക്കും അറിയുണ്ടാവില്ല. നമ്മൾ കട്ട്ലറ്റ് പോലെയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ പതുക്കെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ വക്ക് ഭാഗമൊക്കെ ഒന്ന് കനം കുറഞ്ഞിട്ടും നടുഭാഗം കുറച്ചൊന്ന് കട്ടിയിലാണ് വേണ്ടത്. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് ചെറിയ സൈസിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഈ ഫ്ലെയിം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല ക്രിസ്പിയായി വരണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നന്നായിട്ട് കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. കണ്ടില്ലേ, തീരെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള വടയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊരു 20 എണ്ണൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ വക്ക് ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും.
ചൂടൊന്ന് ആറി കഴിഞ്ഞാലും അത് അത്യാവശ്യം മുരിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മസാല വട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ വന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്